റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഉക്രൈന് മേൽ വളരെയധികം സമ്മർദ്ദമുണ്ട്. പക്ഷേ അമേരിക്ക അപ്പോഴും അല്ലെങ്കിൽ ട്രംപ് അപ്പോഴും റഷ്യയോട് എതിർത്തൊന്നും പറയുന്നില്ലല്ലോ. അതെന്താ മച്ചാനെ അങ്ങനെ ഒരു കളി? അത് കൃത്യമായ ചില ധാരണകൾ പ്രകാരം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം യുക്രൈന് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സെലൻസ്കിക്ക് കൊടുത്തിരിക്കുന്ന തരത്തിലുള്ള ഡെഡ് ലൈൻ ഒന്നും തന്നെ റഷ്യക്കില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്. ഈ സമാധാന ചർച്ചകളോ മറ്റു നയതന്ത്ര ചർച്ചകളോ നടപടികൾക്കോ ഒന്നും കൃത്യമായ സമയക്രമം നിശ്ചയിക്കുക എന്നതിലുപരി യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമേ തൻ്റെ തലയിലൂടെ ഓടുന്നുള്ളൂ എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, നവംബർ അവസാനത്തോടു കൂടി, അതായത് അമേരിക്കയുടെ താങ്ക്സ് ഗിവിംഗ് ദിനത്തിന് മുമ്പായിട്ട് റഷ്യയും ഉക്രൈനും ഒരു സമാധാന കരാറിൽ എത്തണമെന്നാണ് ഈ ട്രംപിന്റെ ഭരണകൂടം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശമായിരുന്നു. ഈ കർശന നിർദ്ദേശം ഉക്രൈന് മാത്രമുള്ളതാണ്, NB. അപ്പോൾ ഈ സമയപരിധി പാലിച്ചില്ലെങ്കിൽ ഉക്രൈനുള്ള സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കും എന്നുകൂടി അതിനകത്ത് പറയാതെ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ ഒരു പ്രൊട്ടക്ഷൻ ഉക്രൈന് ലഭിക്കും എന്നുള്ളത് പോലും ആ ഒരു കരാറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പൂർണ്ണമായിട്ടും റഷ്യക്ക് അനുകൂലമായ കരാറാണ് ഇത് എന്നുള്ളത് അന്നു മുതൽ തന്നെ പറയപ്പെടുകയും ചെയ്തതാണ്. ഈ താങ്ക്സ് ഗിവിംഗ് അവധി ആഘോഷങ്ങൾക്കായിട്ട് ഫ്ലോറിഡയിൽ എത്തുകയും അവധിക്കാലം ചെലവഴിച്ച ശേഷം തിരിച്ചുള്ള യാത്രയ്ക്കിടെ വിമാനത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് ട്രംപ് മനസ്സ് തുറന്നത് മാധ്യമപ്രവർത്തകരോട്. അപ്പോൾ ഉക്രൈനെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിക്കുന്നത് റഷ്യയ്ക്ക് മേൽ അമേരിക്ക എന്തെങ്കിലും ഒരു നടപടി, ഒരു ചെറു വിരൽ അനക്കിയോ എന്നുള്ള കാര്യമായിരുന്നു മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് ട്രംപ് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ട്രംപ് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, റഷ്യൻ ഭരണകൂടത്തിന് മേലെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സമയം അനുവദിക്കുമെന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള നടപടിയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല, അതിനൊരു സമയപരിധി ഞാൻ നിശ്ചയിച്ചിട്ടുമില്ല എന്നായിരുന്നു ട്രംപിന്റെ ആദ്യത്തെ പ്രതികരണം. ഇത് കേട്ട മാധ്യമപ്രവർത്തകർ ഞെട്ടുകയും ചെയ്തു. അപ്പോൾ മറ്റൊരു കാര്യം കൂടി പിന്നീട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് എനിക്ക് ഒരേ ഒരു സമയപരിധിയേ ഉള്ളൂ, അത് എന്ന് പറയുന്നത് ഈ യുദ്ധം അങ്ങ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ചർച്ചകൾക്കോ നടപടികൾക്കോ ഉള്ള സമയക്രമത്തേക്കാൾ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതാണ് അതിൻ്റെ ഒരു അന്തിമ ഫലം എന്നതും ഞാൻ അതിന് മാത്രമേ മുൻതൂക്കം നൽകുന്നു എന്നുള്ളതുമാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ റഷ്യക്കെതിരെ സമ്മർദ്ദം ചെലുത്തി ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഇവർ പറഞ്ഞിട്ടുള്ള ഒരു സമയത്തിനുള്ളിൽ, നിശ്ചിത സമയത്തിനുള്ളിലൊക്കെ നടപടി എടുപ്പിക്കുക എന്നുള്ളതിനേക്കാൾ പ്രായോഗികമായിട്ടുള്ള ഒരു രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കാനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് എന്ന് ഇതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. തീയതികൾ നിശ്ചയിച്ച് റഷ്യത്തെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള പരിപാടിക്ക് ട്രംപ് പോവുകയില്ല. മറിച്ച് സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരം കാണാനാണ് താൻ ഇതിലൂടെ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു വരുത്തി തീർക്കാനും ശ്രമിക്കുന്നുണ്ട്. ഈ സമാധാന ചർച്ചകളൊക്കെ വേഗത്തിലാക്കാൻ വേണ്ടി ട്രംപ് തൻ്റെ ശിങ്കിടികളെയൊക്കെ, അതായത് വിശ്വസ്തരായ ദൂതന്മാരെയൊക്കെയും രംഗത്തിറക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. സ്റ്റീവ് വിറ്റ്കോഫ്, ഡാനിയൽ ഡ്രിസ്കോൾ എന്നിവരൊക്കെയാണ് റഷ്യയുമായിട്ടും ഉക്രൈനുമായിട്ടുള്ള ചർച്ചകൾക്കൊക്കെ നേതൃത്വം വഹിച്ചത്. അതേസമയം തന്നെ ട്രംപിൻ്റെ നേരത്തെയുള്ള ഒരു ഉപദേഷ്ടാവായിട്ടുള്ള കെയ്ത്ത് കെലോഗ് ഈ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇത് അവരുടെ ടീമിനുള്ളിൽ തന്നെ ഈ കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ രണ്ട് തരത്തിൽ വിലയിരുത്താം. അതിലൊന്ന് എന്ന് പറയുന്നത് സമ്മർദ്ദ തന്ത്രമാണ്. അത് സ്വാഭാവികമായിട്ടും അമേരിക്ക എല്ലാ രാജ്യങ്ങളുടെയും മേൽ പ്രയോഗിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ആദ്യം കർശനമായിട്ടുള്ള ഒരു സമയപരിധിയൊക്കെ നിശ്ചയിച്ച് പ്രഖ്യാപിച്ച് ഇരുപക്ഷത്തെയും ചർച്ചയുടെ മേശപ്പുറത്തേക്ക് കൊണ്ടുവരിക, പിന്നീട് അയഞ്ഞ സമീപനം സ്വീകരിച്ച് കരാറിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. സ്ഥിരം നമ്പർ എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെയാണ്. മറ്റൊന്ന് പ്രായോഗിക ബുദ്ധിയാണ്. വളരെ സങ്കീർണമായിട്ടുള്ള ഈ ഒരു യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവും റഷ്യയെ പ്രകോപിപ്പിക്കാതിരിക്കാനുള്ള ശ്രമവും ഇതിന് പിന്നിലുണ്ട്. കാരണം റഷ്യയെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ദോഷം ചെയ്യുമെന്നുള്ളത് കൃത്യമായിട്ട് ട്രംപിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഉക്രൈൻ വിഷയത്തിൽ വളരെ കർക്കശമായിട്ടുള്ള സമയ ക്ലിപ്തത പാലിക്കുക എന്നുള്ളതിനേക്കാൾ ഫലപ്രദമായിട്ടുള്ള പരിഹാരത്തിനാണ് അമേരിക്ക മുൻഗണന നൽകുന്നത്. അപ്പോൾ ആ ഒരു സന്ദേശം ഈ ട്രംപിന്റെ പ്രസ്താവനയിലൂടെ കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നയതന്ത്ര നീക്കങ്ങളിലൂടെ
യുദ്ധം എത്രയും വേഗം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നത് മാത്രമാണ് തൻ്റെ ഒരു ഡെഡ്ലൈൻ എന്നുള്ളതാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ ട്രംപ് അടിവരയിടുന്നത്. അപ്പൊ ട്രംപിന്റെ പലതരത്തിലുള്ള കച്ചവടങ്ങളും ഒക്കെ നടക്കുകയും ചെയ്യും. സത്യത്തിൽ മുൻപിൽ വരാനാണ്, ഒന്നാമനാകാനുള്ള മത്സരമാണ് അമേരിക്കയും റഷ്യയും തമ്മിൽ കളിക്കുന്നത്. ഇതിൽ റഷ്യയെ ഏതെങ്കിലും തരത്തിൽ നേരിടാനുള്ള ഒരു ചങ്കുറപ്പിന്റെ കുറവ് കൂടി ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയ്ക്കുണ്ട്. കാരണം നിരന്തരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. അതുപോലെ തന്നെയാണ് ഇസ്രയേലും. അപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് അതിലൊരു തഴക്കമുണ്ടാവും. തന്ത്രങ്ങളും അതനുസരിച്ച് മെനയാനും അറിയാൻ കഴിയും. അതേ സമയം തന്നെ യാതൊരു തരത്തിലും ഇതൊന്നുമില്ലാതെ കൈ നനയാതെ മീൻ പിടിച്ച് ശീലമുള്ള അമേരിക്കയ്ക്ക് അതൊരു പുതിയ ഏർപ്പാടായിരിക്കും. കാരണം ഒരു അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇവർ വളരെ പാനിക് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം. ഒരു വലിയ കെടുതിയെ നേരിടാനുള്ള മാനസികാരോഗ്യം പോലും ഈ അമേരിക്കൻ ജനതയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. വളരെ സുഖലോലുപരായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ജനതയാണ്. അപ്പോൾ അവർക്ക് എന്നും മറ്റുള്ളവരുടെ മുകളിൽ, അതായത് അവരുടെ ധാർഷ്ട്യം കാണിക്കാനും അവരുടെ മേൽക്കോയ്മ കാണിക്കാനും അങ്ങനെ ഇരുന്ന് ആനപ്പുറത്തിരുന്ന ഒരു തഴമ്പുള്ള രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. മാത്രമല്ല പല ബിസിനസ്സുകളും ഇവർക്കിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളൊക്കെ പലപ്പോഴായിട്ട് വരികയും ചെയ്തതാണ്. അപ്പോൾ പല ഡീലിങ്ങുകളൊക്കെ നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും റഷ്യയെ ഇപ്പോൾ പിണക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കറിയാലോ, ഉക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് ആരാണ്? അത് അമേരിക്ക തന്നെയാണ്. അമേരിക്കയ്ക്കാണ് അവിടുത്തെ ധാതു ശേഖരമുള്ള പ്രദേശങ്ങൾ മുഴുവൻ കൈയടക്കം വെക്കാൻ കിട്ടുന്നത്. റഷ്യക്ക് അവർ ആഗ്രഹിച്ചിട്ടുള്ള പ്രദേശങ്ങൾ കൈക്കലാക്കാനും സാധിച്ചിട്ടുണ്ട്. ഫലത്തിൽ ഒരു കോമാളി രൂപത്തിലേക്ക് സെലൻസ്കി മാറുകയും ചെയ്തു. ഇവർ ആഗ്രഹിച്ച തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അപ്പം നാറ്റോയിൽ ഭിന്നതയുണ്ടാക്കാനും കഴിഞ്ഞു, യൂറോപ്യൻ യൂണിയനിലും ഭിന്നതയുണ്ടാക്കാൻ കഴിഞ്ഞു റഷ്യക്ക്. ആ ഭിന്നത ഉണ്ടാക്കാൻ കഴിഞ്ഞ റഷ്യയോട് ഏറ്റുമുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു ബോധോദയമാണ് സത്യത്തിൽ പിന്നീട് ഇങ്ങോട്ടേക്ക് റഷ്യയുമായിട്ടുള്ള ഒരു ഇണക്കം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ യുദ്ധങ്ങളിലും നേട്ടമുണ്ടാകുന്നത് അവരുടെ കുറെ ആയുധങ്ങൾ പോയാൽ എന്താണ്, അത് ഈ പറയുന്ന ധാതു സമ്പത്ത് എടുക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് അത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ പലതരത്തിലും പിന്നീട് ഈ പറയുന്ന പോലെ റീബിൽഡ് ചെയ്യുക, ഈ പറയുന്ന യുദ്ധത്തിൽ തകർന്നുപോയ രാജ്യങ്ങൾ റീബിൽഡ് ചെയ്യുക എന്നുള്ളത് അവരുടെ അവകാശമാണ്, അലിഖിതമാണ് ആ അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും അമേരിക്കയ്ക്ക് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ലാഭമുണ്ടാകുന്നുണ്ട്. അപ്പോൾ ലാഭമുണ്ടാകുന്ന ഒരു ബിസിനസ് നടത്തുകയും ആ ബിസിനസ്സിൽ തങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് കരുക്കൾ നീക്കുകയും ചെയ്തിട്ടുള്ള റഷ്യയോട് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു മുഖം തിരിച്ചു കാണിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ റഷ്യയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് അനുസരിച്ച് റഷ്യ ഇവരെയും ആക്രമിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് ഏത് വഴിയായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. റഷ്യ സാമ്രാജ്യം വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. റഷ്യ ബാൾട്ടിക് രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും പോളണ്ടിലേക്കുമെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മിസൈൽസ് അയക്കുകയും അതിലൊരു ഭയപ്പെടുത്തൽ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മിസൈൽസ് എല്ലാം അയച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭയം, അന്ധഭയം എന്ന് പറയുന്നത് ഈ പറയുന്ന അമേരിക്കയ്ക്കുമുണ്ട്. അതുകൊണ്ട് റഷ്യയോട് ഒരു ഏറ്റുമുട്ടലിന് ഒരിക്കലും ഈ ഒരു ഘട്ടത്തിൽ അമേരിക്ക പോകില്ല. ABC ഹിന്ദി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.